എന്തിന് കുട്ടികളെ കൊണ്ടുപോയി കൊടുക്കണം? ഇവിടെ ചെറിയ മക്കളേറ്റ് രക്ഷിതാക്കൾ പോവാ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ. എന്താ വെച്ചോ, ഇവന്റെ ചെവി വേണ്ടത്ര ശരിയല്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല, പൊട്ടനാ ഇവൻ. ഒന്നും പരിശോധിച്ച അപ്പൊ എന്താ 24 മണിക്കൂർ MP3 കൊണ്ട കയറ്റിക്കണു തലയില്, മ്യൂസിക് അങ്ങനെ കയറ്റി വിടാണ്. പൊട്ടനയിക്കണ കുട്ടി, അത് ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല, മന്ദബുദ്ധി അയക്കണു, ഒന്നും ഇനി കേൾക്കൂല, ഭാവിയിൽ മുഴു പൊട്ടനാകും. 100 കണക്കിൽ ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. MP3 നേരം പുലരുവോളം ചെവിക്ക് തിരികെ വെച്ച് കിടന്നുറങ്ങാം. എത്രയോ വീട്ടിൽ നിന്നുണ്ട്. ഉറങ്ങിക്കിടന്നാൽ അത് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴാ ഉമ്മ അത് ഇങ്ങനെ എടുത്തേക്ക സാധനം. പടച്ചോനെ, ഞാൻ കണ്ടതാണ് എന്റെ ഒരു കുടുംബത്തിൽ പോയപ്പോ. കുട്ടിയോട് ഉറങ്ങിക്കണു ഈ സാധനം വെച്ചിട്ട്, പാട്ട് നിന്നിട്ടുണ്ടാവില്ല. നേരം പുലരുവോളം ഇതിങ്ങനെ കേറ്റല്ലേ, ഒരു ഹൈ ഫ്രീക്വൻസി വേവ്സ് എന്നാ പറയുന്നതിന്. ഹ്യൂമൻ വോയിസിന് കുഴപ്പമില്ല, പാട്ടിനോ വയലിനോ പ്രസംഗത്തിനോ ഒരാളെ സംഭാഷണം കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മ്യൂസിക്, ഗിറ്റാർ, ഇൻസ്ട്രുമെന്റൽ വോയിസ്, അത്തരം സാധനങ്ങളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രുമെന്റ് വോയിസ് ആണ് ഈ ഹാനികരം എന്നുള്ളതും ഡോക്ടർ പറഞ്ഞു. ഇതുണ്ടാക്കിയത് മുസ്തഫയും പിന്നെ അബൂബക്കറും മുസ്ലിമായ ശാസ്ത്രജ്ഞനൊന്നല്ല, അരവിന്ദനും ജോസഫും ഒക്കെയാണ് ഈ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ അത് അതിനു വേണ്ടി പറയണം അല്ല. ഞാൻ അതിലേക്ക് ഹറാമും ഹലാലിലേക്കും കറാഹത്തിലേക്കും ഒന്നും പോകുന്നില്ല. അതിന് ഈ ആളെ എനിക്കതിനുള്ള അറിവുമില്ല, ഞാൻ വിട്ടേക്ക്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ, മ്യൂസിക് വെച്ച് കേട്ടാൽ, കൂടുതൽ മ്യൂസിക് കേട്ടാൽ പൊട്ടനാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചോളി, കുട്ടികൾക്ക് മ്യൂസിക് വെച്ച് കൊടുക്കണോ? എന്താ ലഹരി, നേരത്തെ പറഞ്ഞതാ, ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതാ, മക്കൾക്ക് കംപ്ലീറ്റ് ലഹരി ബാധിച്ചിട്ടുണ്ട്. എന്താ ലഹരി? കള്ളും കഞ്ചാവും മാത്രമല്ല ലഹരി, മൊബൈൽ ഫോൺ ലഹരിയാകും. ഒരു പ്രത്യേക വസ്തുവിനോട്, ഒരു പ്രത്യേക സാഹചര്യത്തോട് അടിമപ്പെടല ലഹരി എന്ന് പറഞ്ഞ. കള്ളും കഞ്ചാവും മുറുക്കാനും ബീഡും സിഗരറ്റും മനോരമയും ചന്ദ്രികയും ദേശാഭിമാനിയും ഒക്കെ പെടും അതില്. പച്ചവെള്ളം പോലും ചോറും ചപ്പാത്തിയും ഒക്കെ പെടും അതില്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ. ചില ആൾക്കാർക്കുണ്ട്, രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ കക്കൂസിൽ ഡാഷ് ഡാഷ് വരൂലത്രേ. അപ്പൊ എന്താ ലഹരി? കട്ടൻ ചായ ലഹരി, ഡാഷ് ഡാഷ്. പത്രം ഇല്ലെങ്കിൽ ഉറക്കരുന്നില്ലാറുന്നവരുണ്ടല്ലോ. എന്താണ് ആ പത്രത്തിൽ ലഹരി? ഇന്നത്തെ സീരിയൽ ബന്ധാണെങ്കിൽ ഭാര്യക്ക് അടുക്കളയിലെ ചാറ് ശരിയാവില്ല. എന്താ കാരണം? ആ സീരിയലിൽ ലഹരി. ഇന്നെ ആൽബം കെട്ട് വന്നില്ലെങ്കിൽ അതിന് ലഹരി. സീരിയലിന്റെ ഒരെണ്ണം മുറിഞ്ഞു പോയാൽ അങ്ങനെ പലതിലും ലഹരി. മോട്ടോർ സൈക്കിൾ ലഹരി. കുട്ടികൾ മോട്ടോർ സൈക്കിൾ കയറിയിരിക്കും, കുറച്ച് സമയമായി കൂടെ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഒരു ലഹരിയായി, പിന്നെ അത് കിട്ടണം. മൊബൈൽ ഫോണിൽ കളിച്ചാൽ പിന്നെ അത് ലഹരി. അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അതുകൊണ്ട് കുഞ്ഞുനാളിൽ നിങ്ങൾ കളിക്കാൻ എന്ന പേരിൽ കളിപ്പാട്ടം വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. മോട്ടോർ സൈക്കിൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടി ലഹരിക്ക് അടിമപ്പെടും. അങ്ങനെ ആ ലഹരിക്ക് അടിമപ്പെട്ടാൽ ആ കുട്ടി പിന്നെ അതിന്റെ പുറത്ത് ഇറങ്ങില്ല, അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കും. പിന്നെ കറക്കം കംപ്ലീറ്റ് ബൈക്കിന്റെ പുറത്താ. അങ്ങനെ അമിത ലഹരിയിൽ അവനും മരണപ്പെടും. മൊബൈൽ ഫോണിൽ തോണ്ടി തോണ്ടി അവനും അവളും ഒളിച്ചോടും. ഒക്കെ ലഹരിയാണ്, അപകടമാ. ആ ലഹരിയാണ് ഇവിടെ പറയുന്നത്. എന്താ വേറൊന്ന് 4 എണ്ണം പോകണ്ടില്ല നിങ്ങള് ഒന്നിന്റെ പുറത്ത്. ക്യാമ്പസിലും സ്കൂളും മുറ്റത്തൊക്കെ പോയി, മുറ്റത്തുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ട് ഇത്? രക്ഷിതാക്കളെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഉണ്ടല്ലോ. 4 എണ്ണം പോണു, എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്താ കാരണം? അവർക്ക് എവിടുന്ന് ഈ മോട്ടോർ സൈക്കിൾ കിട്ടി? 15ഉം 16ഉം വയസ്സായ കുട്ടികൾക്ക് എവിടുന്നാണ് 5,00,000-ന്റെയും 60,000-ന്റെയും ബൈക്ക് കിട്ടി? രക്ഷിതാക്കളായ ഞാനും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ. മക്കളെ കൊലക്ക് കൊടുക്കുക എന്നതിനൊക്കെ പറയാം. ഒരിക്കലും ഒരു രക്ഷിതാവ് ഓർക്കുന്നില്ല അവന് ഇതിന് ലൈസൻസ് ഇല്ല എന്ന്. കേട്ടോ മറ്റൊന്ന്, 9 പഠിക്കുന്ന കുട്ടി ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഒരു ഇതോട് കൂടി നിർത്തുകയാണ് കേട്ടോ, കഴിഞ്ഞു 9. ഈ കഥയും അതിനൊരു സൊല്യൂഷനും പറഞ്ഞു നിർത്തുക. ഇനി സ്ലൈഡ് ഞാൻ മറിച്ചണില്ല, ഒരുപാടുണ്ട്, കാണാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 പിക്ചറും കൂടി ഉണ്ട് അതിന്റെ അകത്ത്. എന്നാൽ ഈ സ്റ്റോറി പൂർത്തിയാക്കട്ടെ. 9 പഠിക്കുന്ന കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് വാങ്ങിത്തരും. കുട്ടികൾക്കൊക്കെ ഉണ്ട്, എനിക്കല്ലായുള്ളൂ. മേട വാപ്പ ഗൾഫിലാണ് കേട്ടോ, 10 സെന്റ് ഭൂമി ഏക ഒരു ഇരിക്കൂരിയുള്ളൂ. വാപ്പാന്റെ കട മുഴുവൻ വീടിയിട്ടില്ല, പാവാണ്. അപ്പോഴും പറഞ്ഞു, ഉമ്മ പറഞ്ഞു, എടാ അതിനൊക്കെ ഒരുപാട് പൈസ എന്റെ അടുത്തില്ല. പച്ച കള്ളം പറഞ്ഞു മകൻ. ഉമ്മ ഇന്ന് 10,000 രൂപ തന്നാൽ ഒരു മോട്ടോർ സൈക്കിളും കിട്ടും, കൂടെ ഒരു മൊബൈൽ ഫോൺ ഫ്രീ കൊടുക്കുന്നുണ്ട്. എത്ര തവണ ഞങ്ങളോട് പറഞ്ഞു ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാൻ, ഇപ്പൊ അത് 2 കൂടി 10,000-ന് കിട്ടും. പാച്ചാ പൊള്ള്. ആ ഉമ്മ അങ്ങ് വിശ്വസിച്ചു. മക്കൾ പറയുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു പറ്റം ഉമ്മമാർ. മക്കളുടെ വാക്ക് അപ്പടി എടുക്കും. അവിടുത്തെ മാഷോടോ അയൽവക്കത്തോ ഭർത്താവിനോട് പോലും ചോദിക്കൂല. മക്കളുടെ വാക്ക് അങ്ങനെ അങ്ങോട്ട് വില കൊടുക്കുന്ന ഒരു ഉമ്മമാർ. പാടില്ല ഉമ്മ, ഒക്കെ ആന്ന് പറഞ്ഞിട്ട് ശരി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊന്ന് പറഞ്ഞൂടെ? ഉമ്മ ചോദിച്ചു, പറഞ്ഞില്ല. പാവം കരഞ്ഞുകൊണ്ട് തന്റെ കയ്യിലെ സ്വർണ്ണവള ഊരിക്കൊടുത്തുകൊണ്ട് മകന് കൊടുത്തു 10,000. മകൻ അതാ കൊണ്ടുവരുന്ന ഒരു മോട്ടോർ സൈക്കിളും ഒരു മൊബൈൽ ഫോണും. ഒരിക്കലും കിട്ടൂലട്ടോ. അതുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. 5-6 മാസം കറങ്ങി. കുറെ സുഹൃത്തുക്കൾ വരുന്നേ പോണ് കളിക്കണ. ഉമ്മ ഉറ്റത്തോടെ പറഞ്ഞു, അവൻ മിടുക്കനാ, വാപ്പാനക്കായും ബുദ്ധിയൊക്കെ ഉണ്ട്. ഏതായാലും 5-6 മാസം പിന്നിട്ടു. അതാ ആ കുഞ്ഞുമോൻ ഒരു മോട്ടോർ സൈക്കിൾ അതാ ഒരു KSRTCന്റെ ചുവട്ടിലേക്ക് പോയി.
KSRTCയുമായി കൂട്ടിയിടിച്ച് മഴിച്ചില്ല, ബോധം നഷ്ടപ്പെട്ടു, ആശുപത്രിയിലേക്ക് കൊടന്നു. വാപ്പയെ വിവരറിയിച്ചു. വാപ്പയും ഓടി വന്ന് ഉമ്മയും വാപ്പയും മുഖത്തോട് മുഖം നോക്കി പൊട്ടിക്കരയാൻ തുടങ്ങി. കുഞ്ഞുമോന്റെ വിരലൊന്ന് ചലിക്കുന്നത് നോക്കി ആ പ്രിയപ്പെട്ട മാതാവും പിതാവും കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒപ്പിട്ട് തരി, ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഡോക്ടർ ഇയാൾ ഒപ്പിട്ട് കൊടുത്ത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, അണ്ണാക്കിങ് കീറി പൊളിച്ച് നോക്കുന്ന സമയത്ത് അണ്ണാക്കിന് തൊണ്ടക്കുഴിയിൽ 10 പാക്കറ്റ് പാൻപരാഗായിരുന്നു കിടന്നിരുന്നത്. ലഹരി ചേർത്ത, മദ്യം ചേർത്ത, മയക്കുമരുന്ന് ചേർത്ത ലഹരി, കെമിക്കൽ ലഹരി ചേർത്തിയ പാൻപരാഗ് 10 എണ്ണം. കുട്ടി എത്രാം ക്ലാസ് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ 10 കുട്ടിയുടെ ഡോസ്. ഇതെല്ലാം കൂടി വിഴുങ്ങി അണ്ണാക്കിൽ കുടുങ്ങിയവന്റെ ലഹരിയില അവൻ അപകടം സംഭവിച്ചത്. ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന്. ഇത് കണ്ട കുട്ടികൾ, തന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ കണ്ടിങ്ങനെ പോവാ ICUവില്. അതാ കുഞ്ഞുമോന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകണ്. ഒന്നും മിണ്ടാതെ ഇളകാതെ ചലിക്കാതെ കിടക്കുന്ന കുട്ടിന്റെ കണ്ണിലിതാ വെള്ളം വരുന്നു. ഡോക്ടറെ, അതെന്താന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറയാ, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവൻ വാവിട്ട് കരയാണിപ്പോ. പൊന്നുമ്മയെ ചതിക്കരുത് മക്കളെ, ഞാൻ അമിത ലഹരിയിൽ ഉമ്മാനെ വഞ്ചിച്ച് ഞാനിതാ മോട്ടോർ സൈക്കിളിൽ അപകടം സംഭവിച്ചു ഇഞ്ചിഞ്ചായി മരണപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ ഉമ്മയതാ കരയണോ, എന്റെ ഉമ്മയതാ പൊട്ടിക്കരയണോ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഉമ്മയെ വഞ്ചിക്കരുത് കേട്ടോ എന്ന് വാവിട്ട് കരഞ്ഞ് പറയുന്നുണ്ടാവും. ചലനശേഷി നഷ്ടപ്പെട്ടത് കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ മാത്രം പുറത്തേക്ക് വന്നത്. കഴിഞ്ഞില്ല, 30 ദിവസം അങ്ങ് കഴിഞ്ഞു. ആ മോനങ്ങ് മരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മറവ് ചെയ്ത്. വാപ്പയുടെ സമനില തെറ്റി. വാപ്പ കേൾപ്പിക്കൊന്നും പോണില്ല പറഞ്ഞു. മുഖത്തോട് മുഖം നോക്കി വീട്ടിലിരുന്നു. 6 മാസം പിന്നിട്ടു. ആ വീട്ടിലേക്ക് അത് 2-3 ഗുണ്ടകൾ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ മോട്ടോർ സൈക്കിൾ ജപ്തി ചെയ്യാൻ വന്നതാ. ആ ഉമ്മ പറയാ, 10,000 രൂപ കൊണ്ട് എന്റെ മോൻ വാങ്ങിയതാ, അതെന്തിനാ നിങ്ങൾ ജപ്തി ചെയ്യണം? അപ്പോഴാ പറഞ്ഞത് ഗുണ്ടകൾ, 55,000 രൂപയാണ് തള്ളേ ഈ മോട്ടോർ സൈക്കിളിന്റെ വില. 45,000 രൂപ ഞങ്ങളുടെ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശക്ക് കൊടുത്തതാ. എല്ലാ മാസവും 3,000 രൂപ പലിശ അടക്കമടക്കാമെന്ന് നിങ്ങളുടെ മോഹം ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 6 മാസമായി ആ ഇൻസ്റ്റാൾമെന്റ് തുക കിട്ടിയിട്ടില്ല. മോ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ ആ ഉമ്മയും ഉപ്പയും പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്ക് മരണം, ഞങ്ങൾക്ക് പുല്ലുവിലയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്താ വലുത്, ഞങ്ങൾ കൊണ്ടുപോകുന്നു പറ. മോട്ടോർ സൈക്കിളേറ്റ് അങ്ങ് കൊണ്ടുപോയി. അപ്പോഴാണ് ആ ഒരുമ്പട്ട തന്ത ഓർക്കുന്നത്, എന്റെ കുട്ടിക്ക് ഇങ്ങനൊരു ദുരന്തമുണ്ടായിരുന്നു എന്ന്. ഓടിയ ആ ഉപ്പ, ഞാൻ തന്ത എന്ന് പറയുന്നത് അങ്ങനെ തന്നെ, ഉപ്പയുടെ അശ്രദ്ധക്കുറവാ. ഞാനാണെങ്കിൽ ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദി. നേരെ സ്കൂളിലേക്ക് ചെന്ന് ഹെഡ്മാസ്റ്ററിനെ വിളിച്ചു. എന്താണ്, ഞാൻ ഇന്നെ മോനാന്ന് പറഞ്ഞേക്കാന് ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് ആട്ടി പുറത്താക്കിയിട്ട് ആ HM പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എത്ര തവണ വാണിംഗ് ലെറ്റർ തന്നു, ആ ബൈക്കുമായി കൊണ്ടുവരരുത്, മോട്ടോർ സൈക്കിൾ പാടില്ല, മൊബൈൽ ഫോൺ പാടില്ല എന്ന്. എന്നിട്ട് എന്തേ നിങ്ങൾ ആരെങ്കിലും അത് അന്വേഷിക്കാൻ ഈ മുറ്റത്തേക്ക് കടന്നു വന്നോ? നിങ്ങളുടെ മകൻ ആ തോണ്ടിക്കളിക്കണ മൊബൈൽ ഫോണിലൂടെ 100 കണക്കിന് കുട്ടികളെ ബ്ലൂ ഫിലിം വിറ്റ കാശ് കൊണ്ടല്ലേ അവൻ മദ്യപിച്ചത്, പാൻപരാഗ് ഓടിച്ചത്, അവന്റെ മോട്ടോർ സൈക്കിൾ എണ്ണ ഒഴിച്ചത്, അവന്റെ തോണ്ടിക്കളിക്കുന്ന മൊബൈൽ റീചാർജ് കൂപ്പൺ നിറച്ചത്. അവൻ 3,000 രൂപ എല്ലാ മാസവും ഉണ്ടാക്കുന്ന കാശ് എങ്ങനെയാണെന്ന് ഒരു നിമിഷ നേരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴാ അന്വേഷിച്ചു വന്നത്. മരിച്ചതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, എത്രയോ കുട്ടികൾ ഇനിയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താമല്ലോ പറഞ്ഞ് ആട്ടി ഓടിപ്പിച്ചു വിട്ടു. കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് മുഖത്തോട് മുഖം നോക്കി പൊട്ടിക്കരഞ്ഞു. മാനവം പോയി, സമ്പത്ത് പോയി, എന്റെ കുഞ്ഞിന്റെ ജീവനും പോയി. ഇനി ഈ ഭൂമിയിൽ എന്താണ് തമ്പുരാനെ അടുത്ത ശിക്ഷ എന്ന് പറഞ്ഞ ആ ചങ്ങായി കരയാൻ തുടങ്ങി. 6 മാസം പിന്നിട്ടു. അത വരുന്ന ഒരു പോലീസ് വാഹനം ആ വീട്ടിലേക്ക്. ആകെ നട്ടിത്തെരിച്ചു പോയി. എന്ത്, ഈ വീട് ജപ്തി ചെയ്യാൻ വന്നതാണെന്ന്. ആ ഉപ്പയും ഉമ്മയും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു കരഞ്ഞുകൊണ്ട്, 1 ഉറുപ്പ് ഞങ്ങൾ ആർക്കും കൊടുക്കാനില്ലല്ലോ, പിന്നെന്തിന് ജപ്തി ചെയ്യണമെന്ന്. പോലീസുകാർ പറഞ്ഞ മറുപടി കേട്ടോളൂ. നിങ്ങളുടെ മകൻ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ തൊട്ടുപുറകിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി രക്ഷപ്പെട്ടു, ഒരാൾ മരിച്ചു. ഒരാളുടെ നട്ടെല്ല് പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ. 4.5 ലക്ഷത്തോളം രൂപ ആശുപത്രി ചെലവ്. 1 രൂപ പോലും ഇൻഷുറൻസ് കമ്പനി തരില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളടക്കണം. കാരണം നിങ്ങളുടെ മകന് ലൈസൻസ് ഇല്ലായിരുന്നു. നിങ്ങളുടെ മകൻ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. നിങ്ങളുടെ മകൻ ഹെൽമറ്റ് വെച്ചില്ലായിരുന്നു. നിങ്ങളുടെ മകൻ ലഹരിയിലാണ് ഓടിച്ചത്, മദ്യപിച്ചാ ഓടിച്ചത്. അവന്റെ മൊബൈൽ ഫോണിൽ തോണ്ടിക്കളിച്ചുകൊണ്ട് അവനെ യാത്ര ചെയ്തത്. അങ്ങനെ അപകടം. ആ നഷ്ടപരിഹാരം 8 ലക്ഷത്തോളം വരും. അത് ഇന്നടക്കണം. ഇല്ലെങ്കിൽ ഇത് ജപ്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയില്. ഇതിലേത് വേണം? അതാ കോടതി നടപടികളും. ഒരു ചങ്ങലയുമായി 2 ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി. ഏത് വേണം? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ജീവിക്കാൻ അനുവദിക്ക്, ഞാൻ ജയിലിലേക്കില്ല, എനിക്കൊരു വേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തടുത്തുള്ള തവനൂരിലെ വൃദ്ധസദനത്തിലേക്കാണ് ആ ഉമ്മയും ബാപ്പയും കയറിച്ചെന്നത്. ഇന്ന് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇന്ന് കാണാം, കാലിൽ ചങ്ങല കൊണ്ട്
കൊണ്ട് ബന്ധിച്ച ഒരു പ്രിയപ്പെട്ട രക്ഷിതാവിനെ. അപ്പുറത്തെ വനിതാ സെല്ലിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഉമ്മയെ. 10ഉം 15ഉം വയസ്സായ ആൺകുട്ടികളെ കണ്ടാൽ എന്റെ മോനെ എത്ര കാലമായടാ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു, ഇന്നെങ്കിലും എന്റെ കുഞ്ഞുമോൻ വന്നല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് മാറോട് അടച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു മാതാവിനെ നമുക്കവിടെ കാണാം. ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ, ആ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചതാരാ? ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. ആ ഉമ്മ ചെയ്ത പണിയാ, ആ ഉപ്പ ചെയ്ത പണി എന്നല്ലേ? ബൈബിൾ പറയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ മരണപ്പെടുപ്പോ ആ കുഞ്ഞുമോനെ നേരെ മഹ്ശറായിൽ ആ നരകക്കുണ്ടിലേക്ക് അങ്ങ് വലിച്ചെറിയുന്ന സമയത്ത് മോൻ അവിടെ വെച്ച് പറയുമത്രേ, എനിക്ക് നീലച്ചിത്രങ്ങൾ കാണാൻ കാശ് തന്നത്, എന്നെ വളർത്തി നോവിച്ച എന്നെ വലുതാക്കിയ എന്റെ ഉമ്മയാണ്. എനിക്ക് കള്ളു കുടിക്കാൻ കാശ് തന്നത്, എല്ലാ മാസവും എനിക്ക് പണം തന്നതും എനിക്ക് ബൈക്ക് വാങ്ങാനും മദ്യപിക്കാനും കാശ് തന്നത് എന്റെ ഉമ്മയും വാപ്പയുമാ. അതുകൊണ്ട് കൊണ്ടുവരി അവരെ നരകക്കുണ്ടിന്റെ അടിത്തട്ടിലിടി, അവരെ നെഞ്ചത്ത് കയറി നിന്നിട്ടെങ്കിലും ഒരല്പം ആശ്വാസം എനിക്ക് കൊള്ളാമല്ലോ എന്ന് വാവിട്ട് കരഞ്ഞു പറയുമെന്ന് പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടില്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ഇനിയെങ്കിലും കുഞ്ഞുമക്കൾക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക, അവർക്ക് ഈ മാരകായുധം വാങ്ങിക്കൊടുക്കാതിരിക്കുക. മറ്റൊന്നും എനിക്ക് അവസരത്തിൽ പറയല്ല. വളരെ പ്രധാനപ്പെട്ട അതൊക്കെ അതിന്റെ ചിത്രങ്ങളാണ് കേട്ടോ.